ഒരു പ്രായമുള്ള ആളോ അല്ലെങ്കിൽ അറ്റാക്കുള്ള ആളോ അങ്ങനെയൊക്കെയുള്ള ആളുകൾ പടച്ചോനെ ആ തിക്കലും തിരക്കലും ഒക്കെ ഞാൻ പോയിട്ട് ഞാനെങ്ങാനും മരിച്ചു പോകുമോ, അങ്ങനെ ഒരാൾ ബേജാറാവണ്ട. മരിച്ചു കിട്ടിയെങ്കിൽ എന്നാ കരുതണ്ടേ. കാരണം എന്തുകൊണ്ട്? മാത്ത ഫി അഹദിൽ ഹറമൈൻ ബഅസഹു അല്ലാഹു മിനൽ ആമിനീന യൗമൽ ഖിയാമ. രണ്ടാൽ ഒരു ഹറമിൽ മരിച്ചു കിടക്കാൻ ഭാഗ്യം ലഭിച്ചാൽ നാളെ ആഖിറത്തിലേക്ക് ഉയർത്തെഴുന്നേൽപ്പിക്കപ്പെടുന്ന കൂട്ടത്തിലെ ഏറ്റവും സമ്മാനം ലഭിക്കുന്ന ആളായിട്ടാണ് അദ്ദേഹത്തിന്റെ വരവ്. ഓ, ഹജ്ജിന് ഇഹ്റാം ചെയ്ത് ലബ്ബൈക് അല്ലാഹുമ്മ ലബ്ബൈക് ഇങ്ങനെ ചൊല്ലി പോകുമ്പോൾ ഒരാൾ മരണപ്പെട്ടാൽ നാളെ ഖബറിൽ നിന്ന് എഴുന്നേറ്റിട്ട് അദ്ദേഹം ലബ്ബൈക ലാ ശരീക ലക ലബ്ബൈക് ഇന്നൽ ഹംദ വന്നിഅമത ലക വൽ മുൽക്ക്, അയാൾ ഹജ്ജിന്റെ ബാക്കി പൂർത്തിയാക്കാനുള്ള നിയ്യത്തിലാണ് അദ്ദേഹത്തിന്റെ മനസ്സ് മഹ്ശറിലേക്ക് വരുന്നത്. അപ്പം ഞാൻ മരിക്കോ, എനിക്കെന്തെങ്കിലും പറ്റുമോ, എനിക്ക് വേറെന്തെങ്കിലും ആകോ, ആ വക ചിന്തയൊന്നും ആർക്കും വേണ്ട. അതിനൊക്കെ വാഗ്ദത്തം ചെയ്തിരിക്കുന്ന പ്രതിഫലങ്ങൾ വളരെ വലുതാണ്. നമ്മളിപ്പോൾ പറയാലോ മൂപ്പർക്ക് ഹജ്ജിന് പോയാൽ എന്താകും എന്നറിയില്ല. ആരോഗ്യമുള്ള ആള് പോയാൽ എന്താകും എന്നപ്പോൾ നിങ്ങൾക്ക് അറിയാം. ഞാനിപ്പോ ഈ ഒരു ആഴ്ചക്കുള്ളിൽ ഒരു 10 മരണത്തിന് സംബന്ധിച്ചു. ഈ മരണമൊക്കെ കൂടുതൽ വരുന്നത് ആർക്കാണ്? 30-40 കുഴഞ്ഞു വീണ് മരിച്ച അധിക ആളുകളെ നിങ്ങൾ നോക്കി. അതിൽ സുജൂദിൽ മരിച്ചവരുമുണ്ട്, റുക്കോയിൽ മരിച്ചവരുമുണ്ട്, നടത്തത്തിൽ മരിച്ചവരുണ്ട്, ഒക്കെ ഉണ്ട്. നമ്മളിപ്പോൾ അതിന് കാരണങ്ങൾ പലതും കണ്ടെത്തും. മറ്റേ ആ ഇഞ്ചക്ഷൻ ചെയ്തല്ലോ, ഏത് ഇഞ്ചക്ഷൻ? ആ മോഡിക്ക് വേണ്ടിയിട്ട് ഒരു ഇഞ്ചക്ഷൻ ചെയ്തില്ലേ നമ്മൾ കൊറോണക്ക്? അതാണ് ഇതൊക്കെ ഇങ്ങനെ വരാൻ കാരണം. അതിപ്പോൾ 30-40 ഉള്ളവർ മാത്രമേ ചെയ്തിട്ടുള്ളൂ. എത്ര ആൾ ചെയ്തിരിക്കണത്? നമുക്കൊരോരോ സബബ് കണ്ടെത്താൻ പറയാം എന്നല്ലാതെ നമ്മൾ ശ്രദ്ധിക്കണം. അങ്ങനത്തെ ഒരു കാലത്താണ് നമ്മുടെ ജീവിതം. അപ്പൊ നമ്മൾ നാളെ ചെയ്യാൻ വേണ്ടി പറ്റുന്നത് മറ്റന്നാളാകാം എന്ന് നീട്ടിവെക്കണ്ട. ഹജ്ജ് അതിന് സമയം ഒത്തുകിട്ടി ആകുമ്പോൾ വേഗത്തിൽ പോകണം. അതിന് അല്ലാഹു തആല വാഗ്ദത്തം ചെയ്തെന്ന പ്രതിഫലം യാ റബ്ബ് യാ റബ്ബ് അത് വല്ലാത്ത കൂടുതലാണ്. മൻ മാത ഫി അഹദിൽ ഹറമൈൻ അവർ മക്കത്തോ മദീനത്തോ. എന്തുകൊണ്ട്? മദീന സിയാറ ഒരു പക്ഷേ ഹജ്ജിന് മുമ്പ് അല്ലെങ്കിൽ ഹജ്ജിന് ശേഷം. രണ്ടാൽ ഒരു സമയത്ത് സിയാറത്ത് ചെയ്യൽ വളരെ പ്രത്യേകതയുള്ള സുന്നത്താണ്. അപ്പം മക്കത്തോ മദീനത്തോ ഒരാൾക്ക് മരിക്കാൻ ഭാഗ്യം ലഭിച്ചാൽ നാളെ ആഖിറത്തിൽ അവർ വലിയ പദവിയിലായിരിക്കും.